ഫസ്ലുൻ ഫീ അർക്കാനിൻ നിക്കാഹി വതവാബിഇഹാ. നിക്കാഹിന്റെ അർക്കാനുകളിൽ പറയുന്ന ഫസ്ൽ. വതവാബിഇഹാ എന്ന് പറഞ്ഞാൽ നിക്കാഹിന്റെ അർക്കാനിന്റെ തവാബിയകൾ. നിക്കാഹു സിഗാർ, അതുപോലെ ഷഹാദത്ത് നിർത്തൽ, പെണ്ണിന്റെ സമ്മതം എടുത്തിട്ടുണ്ട് എന്നതിന് ഷഹാദത്ത് നിർത്തുന്നതിന് വിധികൾ, അതെല്ലാം തവാബിയ എന്ന് പറഞ്ഞാൽ. നിക്കാഹിന്റെ അർക്കാനുകൾ കുറച്ചെങ്കിലും ആക്കാൻ മാർഗമുണ്ടെന്നാൽ നിക്കാഹിന്റെ അർക്കാനുകൾ ഒരു കൂട്ടർ പറയുന്നത് 4 ആണ്, പിന്നെ വേറെ ഏതോ മഹാൻ പറയുന്നത് 6 ആണ്, നിഹായ പറയുന്നത് 5. ഇപ്പൊ ഏതാ എടുക്കലെന്നാണ്. പറയുന്നത് 4. നിക്കാഹിന്റെ അർക്കാനുകൾ 4, നിഹായ പറയുന്ന 5. വേറെ ഏതൊരാള് പറയുന്നത് 6. വഹിയ അർബഅത്തുൻ, സൗജാനി രണ്ടും കൂടി ഒന്നിച്ചാണിയ സൗജാനിയെ. നിഹായ വെമ്പേറെ അണിയത്, വെമ്പേറെ എണ്ണ നല്ലത്. സൗജാനി ആണ് പെണ്ണും രണ്ടും വ്യവസ്ഥകൾ വ്യത്യാസം ഉണ്ടല്ലോ. അപ്പൊ സൗജ് വേറെ സൗജത്ത് വേറെ എണ്ണല, അവിടെ കയറി നിഹായ പറഞ്ഞ പോലെ 5 ആക്കി തീർക്കലി. സൗജാനി എന്ന് പറഞ്ഞിട്ട് കോംപ്ലക്സ് ആക്കലല്ല നല്ലത്. കാരണം സൗജിന്റെ ഷർത്ത് വേറെയാണ്, സൗജത്തിന്റെ ഷർത്ത് വേറെയാണ്. 5 എന്നുള്ളതല്ലേ കയറ്. ആരെങ്ങനെയും പെടാം. ഇപ്പൊ 4 സൗജാനി വലിയ ഷാഹിദാനി സീഹ. സൗജാനി വലിയ ഷാഹിദാനി സീഹ. സൗജാനിയെ സ്പ്ലിറ്റ് ആക്കി 2 ആക്കി മാറ്റി. സൗജ് വേറെയും സൗജത്ത് വേറെയും എത്രാവും? അപ്പൊ നീ പറഞ്ഞ പോലെ 5 ആയി. അത് വളരെ നല്ലത്. സൗജിന്റെ ശുറൂത്തുകൾ വേറെ, സൗജത്തിന്റെ ശുറൂത്തുകൾ വേറെയാണ്. പെണ്ണുന്നാക്ക് അതാ കയറ് വരുത്ത്. ഇനി 6 എങ്ങനെയെന്നാ? ഒരു ഷാഹിദ് മറ്റേ ഷാഹിദ്, അതിന്റെ ആവശ്യമുണ്ടാ? ഷാഹിദ് ഇനി 2 കൂടി ഒന്നല്ലേ നമ്മൾ വിലയിരുത്തേണ്ടത്. ആ പറയുന്നതിന് വേനേ ഇല്ല. ഒന്നിക്കൽ 4 ആക്ക്, അല്ലെങ്കിൽ 5 ആക്ക്. 5 ആക്കൽ നല്ലത്. നിക്കാഹിന് വേണ്ടപ്പെട്ടത് 5 റുക്നുകള്. സൗജ് സൗജത്ത്, വലിയ ഷാഹിദാനി സീഹ. ഒന്നും കൂടെ അടർത്തിയിട്ട് പറഞ്ഞാൽ ഷാഹിദും വെമ്പേറെ ആക്കിയാൽ 6 ആവും. സീഹയെ മുന്തിച്ചു മുസന്നിഫ്. ആദ്യം മോണിയാക്കുന്നത് സീഹയാണ് പോലും. എന്തേ? ഇന്തിശാലിൽ ഖിലാഫി ഫീഹാ, ആ സീഹയിലാണ് ഖിലാഫ് മുന്തശിറായി കിടക്കുന്നത്, വ്യാപിച്ചു കിടക്കുന്നത്. അൽ മുസ്തദഈ, എങ്ങനെയുള്ള ഇന്തിശാൽ? അൽ മുസ്തദഈ ലിതൂലിൽ കലാമി അലിഹാ, അത് ആവശ്യപ്പെടുന്നുണ്ട് നീണ്ട സംസാരത്തെ അലിഹ സീഹ സംബന്ധിച്ച്. മുസന്നിഫ് മുന്തിച്ചു ലിന്തിശാലിൽ ഖിലാഫി ഫീഹാ, വ്യാപിച്ചതിന് വേണ്ടി ഖിലാഫ് ഫീഹാ. അൽ മുസ്തദഈ, എങ്ങനെയുള്ള ഇന്തിശാൽ? അൽ മുസ്തദഈ ലിതൂലിൽ കലാമി അലിഹാ. المستدعي دم لطول الكلام لطول الكلام مستدعين مفعول لطول الكلام إلا تلا المستدعي لطول الكلام دم അത് തേടുന്നു എന്തിനെ? തൂലുൽ കലാമിനെ. തൂലുൽ
തൂലുൽ കലാമിനെ, ഏതിന്റെ മേലെയുള്ള തൂലുൽ കലാം? അലിഹാദ്, ഏതിന്റെ മേലെ? സീഹന്റെ മേലെ. കുറേ അധികം പറയാനുള്ളതുണ്ട്. എന്താണ്? സീഹ ആദ്യം കണക്ക് കഴിക്കേണ്ടതുണ്ട്. വലിയ സമയം കിട്ടിയിട്ടില്ലെങ്കിലോ. ഇന്നമായ സിഹൻ നിക്കാഹു ബിഇജാബ്, നിക്കാഹ് സഹീഹാകുന്നത് ഈജാബും കബൂലും കൊണ്ട് മാത്രമാകുന്നു. ഇന്നമാട്ടിട്ട് ഹസൻ, ഈജാബും കബൂലും തന്നെയാണ് സീഹക്ക് വേണ്ടത് നിക്കാഹിന്റെ സിഹത്തിന്. ഇന്നമായ ഇവിടെ സ്റ്റോപ്പാക്കി കാണുന്നില്ലേ? ഇന്നമായ സിഹൻ നിക്കാഹു ബിഇജാബ്. ഈജാബ് നടത്തുമ്പോ ചിരികളി തമാശയിൽ നിന്ന് ഒഴിവായും കൊണ്ട് ഈജാബ് നടത്തണം. അങ്ങനെയുണ്ടോ? എങ്ങനെയായാലും എന്താവും? അല്ലാണ്ട് ഒരു നൈരാശ കളി കളിക്കണം. ഞാൻ ഈജാബാണ് പറയാൻ പോകുന്നത് എന്നെല്ലാക്കി ഇന്ന് കുളിച്ചു കയറി തൊണ്ടയാട്ടിയിട്ടല്ലോ. വലോമിൻഹാസി, ചിരികളി തമാശക്കാരന്റെ പക്കൽ നിന്നായാൽ ഞാൻ എൻ്റെ മകളെ നിനക്ക് കെട്ടിച്ചു തന്നു എന്ന് ചിരികളി തമാശയിൽ കൂടി പറഞ്ഞു. ഒന്നിയത്ത് വെച്ചിട്ടൊന്നുമില്ല പോലും. മതിയാവൂലേ? വക്കദൽ ഖബൂലു, വക്കദ ഇപ്രകാരം തന്നെയാകുന്നു അൽ ഖബൂലു. അവിടെയും കാര്യത്തോടു കൂടെ പറയണമെന്നൊന്നുമില്ല. പലവുമിനൽ ഹാസിലായാലും മതി. വക്കദ എന്ന് പറഞ്ഞാൽ യുവത്വമാകും, പരിഗണിക്കും. ഹാസിലിന്റെ വക്കൽ നിന്നായാൽ ഒനേ പുതിയ ആകാൻ ഒരുങ്ങിയതൊന്നും അല്ല. ഒരു പുതിയ കുപ്പായം വാങ്ങിയ അത്ര തേച്ചിനാണ്. നീ കെട്ടിച്ചു തന്നതിനെ ഞാൻ സ്വീകരിച്ചു എന്ന് പറഞ്ഞു പോലും സഹിയാവില്ലേ? ചിരിയാണ്, കളിയാണ്, തമാശയാണ്. വെറുതെ ഒരു നേരം പോക്കാക്കി പറഞ്ഞത്. അത് പറഞ്ഞിട്ടില്ലേ? അങ്ങനെ ഈജാബിന്റെ കൈഫിയത്ത് പറയാം. രണ്ടിൽ ഒന്നെങ്കിലും വേണോ? രണ്ട് പറ്റൂല എന്നല്ല. മാനിയത്തുൽ ഖുലൂബാണ്. രണ്ടിൽ ഒന്നെങ്കിലും വേണ്ടി വരും. മൂന്നാമത്തെ ഒന്ന് മതിയാവൂല. അല്ലാണ്ട് ഒന്നിക്കിൽ സബ്ബഴുത്തുക്ക അല്ലെങ്കിൽ അങ്കയത്തുക്കേ പറ്റുള്ളൂ. രണ്ടും കൂടെ ആയാൽ പോയിന്നാ. സീറ 3 സൈസില്ലേ? ഒന്നിക്കിൽ വെറും സബ്ബഴുത്തുക്ക, അല്ലെങ്കിൽ വെറും അങ്കയത്തുക്ക, അല്ലെങ്കിൽ രണ്ടും കൂടെ കൂട്ടിയത്. അല്ല, ഫൈനലി വന്നാറ്റി അവതരിപ്പിച്ചിട്ടുണ്ട്. ഇജാബിന്റെ സീറ 3 സൈസാകുന്നു. ഇതിൽ എല്ലാം ഹൈ ക്ലാസ് തന്നെയാണ്. രണ്ടും കൂടെ ഒരുമിച്ച് കൂട്ടിയാൽ പിന്നെ പറയാനുമില്ല. രണ്ടിൽ ഒന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ മൂന്നാമത്തൊന്ന് പറ്റൂല. മാനിയത്തുൽ ഖുലുബാൻ, ഇവ രണ്ടിൽ നിന്ന് ഏതെങ്കിലും ഒന്നെങ്കിലും ഇല്ലാണ്ട് നിക്കാവൂല എന്നാണ്. ഇല്ലാണ്ട് സബ്ബഴുത്തുക്കന്റെ കൂടെ അങ്കയത്തുക്ക് കൂടെ കൂട്ടിയാൽ പറ്റില്ല എന്നല്ല. തീർക്കിയതല്ലേ ആകലി. ഏത് ഒന്നുകൊണ്ട് ചുരുക്കുന്നുണ്ടെങ്കിൽ സബ്ബഴുത്തുക്കയാണ് നല്ലത് എന്നാണ്. അങ്കയത്തുക്കനേക്കാണ് കൂടുതൽ ക്ലിയർ ആയത് സബ്ബഴുത്തുക്കയാണ്. എന്തായാലും മൗലിയത്തി ഫുലാന അത് കൂട്ടണം. സബ്ബഴുത്തുക്കയായാലും അങ്കയത്തുക്കയായ മൗലിയത്തി ഫുലാന അതിന് അനുയോജ്യമായ ഒരു മഫൂൽ ചേർക്കണം. എല്ലായിടത്തും മൗലിയത്തി ഫുലാനെ ആയിരിക്കൂല. ആവശ്യം പോലെ അവിടെ ചേർക്കണം. മസലൻ എന്ന് പറഞ്ഞത് മൗലിയത്തി ഫുലാനയിലേക്കാണ്. പണ്ഡിതന്മാരിൽ നിന്ന് ചിലർ തീർത്തു പറഞ്ഞു. മുതാരിയായ ഫീൽ പോലും മാളിയായ ഫീലല്ല. ഉസബ്ബിജുക്കാൻ ഉങ്കിടുക്ക കദാലിക അതും പറ്റുന്നതാണ്. ഇൻ ഖലാ നിയ്യത്തിൽ വഅദി, ഇത് കാലിയാണെങ്കിൽ വഅദിന്റെ നിയ്യത്തിനെ തൊട്ട് ഞാൻ
കെട്ടിച്ച് തരും എന്ന വയതാണെങ്കിൽ പോയി. വയതിന്റെ നീയത്തില്ലാണ്ട് ഇത്ലാഖാക്കിയാൽ പറ്റും. കെട്ടിച്ച് തന്നു എന്നതിന്റെ മേലെ അറിയിക്കും പോലും അത് അങ്ങനെയാണെന്ന് വയത് പറഞ്ഞിട്ടുണ്ട്. കദാലിക്കയാണ്. പക്ഷെ ഇൻഖല ഈ ഉസബിജുക എന്നതും ഉങ്കിഹുക എന്നതും കാലിയായെങ്കിൽ മാത്രം അനിയത്തിൽ വഴി. ഈ കലാമുൽ മാലിന്റെ ലാഹിർ അസ്സിഹതു സിഹതു നിക്കാഹി, നിക്കാഹ് സഹീഹാണ്. മഅൽ ഇത്ലാഖ് ബിലാ നിയ്യത്തി ചെയ്യൽ, ഒന്നുമില്ല, ഈജാബും കരുതിയിട്ടില്ല, വഅദും ഇല്ല. ഇൻഖലാ നിയ്യത്തിൽ വഅദിനെ അവർ പറഞ്ഞിട്ടുള്ളൂ. അവരുടെ നിയമം അനുസരിച്ച് എന്താകും? വലാഹിറുഹു, ആ കലാമുൽ ബയദ് പറഞ്ഞതിന്റെ ലാഹിർ ഇൻഖലാ നിയ്യത്തിൽ വഅദിന അവർ മുണ്ടിയത്. അപ്പോൾ എന്താ? സിഹതു മഅൽ ഇത്ലാഖീൻ. ഇത്ലാഖ് എന്ന് പറഞ്ഞാൽ ഈജാബും കരുതിയിട്ടില്ല, വഅദും വഅദിനെ തൊട്ട് കാലിയാകാനല്ല പറഞ്ഞിട്ടുള്ളൂ. വഅദ് കരുതിയാൽ പിന്നെ പോയ തന്നെ, ഈജാബ് കരുതിയാൽ ആവേണ്ടതാണ്. ഈജാബും കരുതിയിട്ടില്ല, പിന്നെ എന്നാ സ്വഹിയാണ് എന്നല്ല അവർ പറഞ്ഞതിന്റെ അർത്ഥം. വഫീഹി നദർ, നെത്തി പറ്റൂല. വല്ലദീ യത്ജിഹു, ആധികാരികമായ മസ്അല അയ്യതിയ ഹുന, ഇവിടെ വരുമെന്നാണ്. മാമറ 5268 5268 നോക്കി പഠിച്ചോളണം. അതേ മസല അങ്ങനെയും വരത്ത് 5268 എടുക്ക്. 5268 അവിടെ എന്താ പറഞ്ഞത്? അതേ സ്വീപ്പ് കൂടിയും വരും. എന്തെല്ലാം സ്വീപ്പ് ആയിക്കട്ടെ, അതാ രണ്ടുപേരും പേജൊന്നും മാറില്ല. ആഖിറുന്നമാൻ, ബാബുന്നമാനിന്റെ അവസാനത്തിൽ ഫീ ഉഅദ്ദി അൽ മാല, ഉഅദ്ദി അൽ മാല, അത് വഅദും ബിൽ ഇൽതിസാമാണ് എന്നാണ് 5268 പറയും. പക്ഷെ അതിന്റെ അപ്പുറം ഒരു ഡിസ്കൗണ്ട് കൊടുത്ത് ഞാൻ ഇന്ന ഹഫ്ഫതു ബിഹി ഖരീനത്തുൻ തസ്രിഫു ഇലാ ഇൻശാഇ അഖ്ദിൽ ലമാൻ ഇന്ന ഖദമിഹി, അവിടെ എന്നാ പറഞ്ഞിട്ട് നഅം വലോ ഖാല ഉഅദ്ദിൽ മാല വഹിദു ശഖ്സ, അത് വഅദയാവുള്ളൂ, അതുകൊണ്ടൊന്നും ലമാനാവില്ല. ബിൽ ഇൽതിസാം കമാ ഹുവ സരീഹു സീഖ, അതിൽ വഅദ മാത്രമേ ആവുള്ളൂ. വഅദ സമയത്ത് മിമ്പൽച്ചൂടെ നഅം ഇൻ ഹഫദ ബിഹി ഖരീനത്തുൻ തസ്രിഫുഹു ഇല ഇൻശാഇ ഇന്ന ഖദമിഹി കമാ ബഹസഹു ഇബ്നു ദിഫാ വഅയ്യദഹു സുൽക്കിയ്യു ബികലാമിൻ ലിൽ മാവർദി വഗൈരി വഹുവ അന്നഹു ലൗ ഖാല ഇൻ സലിമ മാലി അഅതഖ്തു അബ്ദി എന്നാ ഇന്ന ഖദ നദറുഹു എന്നല്ലേ അല്ലേ? എന്തായി? അതേ പ്രശ്നം ഇടിയും വരണ്ടേ? അതേ പ്രശ്നമല്ലേ ഇടിയും വരത്ത്? അതാണ് മാമറ ആഖിറൽ ലമാൻ 5268 പറഞ്ഞത് ഇവിടെ വരുന്നതാണ്. ബൽ എന്ന് മാത്രമല്ല, അങ്ങനെ പറഞ്ഞാൽ പോലെ ഞാൻ ഈ നഫദ് ബിഹി ഖരീനത്ത് എന്ന് പറഞ്ഞിട്ട് അവിടെ ഡിസ്കൗണ്ട് കൊടുത്തിട്ടുണ്ട്, സഹിയാകുന്ന രൂപം. അങ്ങനെയും വേണ്ട. വല്ലൗ ഖീല ഇന്ന ഇഖ്തിസാസമാഹുന, ഇവിടെ ഉള്ളത് പ്രത്യേകമാവൽ. മസീദ് ഇഖ്തിയാത്ത്, കൂടുതലായ സൂക്ഷ്മതയല്ലേ നിക്കാഹിന്റെ അടുത്ത്. കുറച്ചിന്റെ കാര്യമായ വല്ലാത്ത സൂക്ഷ്മതയല്ലേ. അപ്പൊ അവിടുത്തെ പോലെയും പോരാ ഇവിടെ. അവിടുത്തെ ഞാക്കടെ ഇടപെടാറില്ല. അയ്യത്തിയവനാമാറെന്ന് അവിടുത്തെ പോലെ തന്നെ. മല്ലൗഖീല എന്ന് പറഞ്ഞിട്ട് പറയുമ്പോ കടന്നു പറയലായില്ലേ? അവിടുത്തെ ഞാക്കട കരിഞ്ഞന്തിയായില്ലേ? ഇന്ന ഇഖ്തിസാസ മാഹുന, മാഹുന എന്ന് പറഞ്ഞാൽ നിക്കാഹിന്റെ മേഖല. ബിമസീദി ഇഹ്തിയാത്തി ഔജബ അല്ലാ യുഗ്തഫറ ഫീഹി മൂഹിമുൽ വഅദി മുത്ലഖൻ.
മുഹിമുൽ വഅദ് ഒരിക്കലും പറ്റില്ല, ഇതിൽ പങ്കെടുക്കാൻ തന്നെ പാടില്ല എന്നാണ് മുഹിമുൽ വഅദ്. കരീനത്തും സാലിഫത്തും നിലയിലക്കത് ഉണ്ടായാലും ശരി, ഇല്ലെങ്കിൽ ശരി, ഉണ്ടായിട്ടും ഫലമില്ല, ഇല്ലെങ്കിൽ ശരിയില്ല, ഒരിക്കലും പറ്റില്ല എന്നാണ് നിയമം വരുത്ത്. ഇവിടുത്തെ മസീദുൽ ഇഹ്തിയാസ് നോക്കുമ്പോൾ എന്താ വരുത്ത്? ഇവിടെ പറഞ്ഞത് കുത്തകയാകൽ മസീദ് ഇഹ്തിയാത്ത് ഔജബ അല്ലാ യുഗ്തഫറ ഫീഹി, നിക്കാഹിൽ പൊറുക്കപ്പെടുകയില്ല. മൂഹിമുൽ വഅദ് മുത്ലഖൻ എന്ന് പറഞ്ഞാൽ ഈ നഫ്ദ് കരീനത്ത് എന്ന് പറഞ്ഞ ഒരു കിഴിവ് കൊടുത്തില്ലേ, അതൊന്നും കൊടുക്കൂല. അതെല്ലാം സാലിഫത്തുനിലല്ലാക്കത് ഉണ്ടായാലും ശരി, കരീനത്തുൻ സാലിഫത്തുനിലല്ലാക്കത് ഉണ്ടായാലും ശരി, ഇല്ലെങ്കിലും ശരി പറ്റൂല എന്നാണ് എന്ന് പറയപ്പെടുകയാണെങ്കിൽ ലം യഖൂൽ തിരക്കേടില്ല. മയലാനായില്ലേ, മസലക്കകത്ത് മയലാൻ കിട്ടിയില്ലേ, അമ്പാ ഡോറമർത്ത്. ഇത് പറഞ്ഞു പെട്ടുപോയി. ഇവന് അതെല്ലാം ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും മഹാന്മാർ അതിന് പിൻബലം പറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കും. അവിടെ നോക്കിയിട്ട് ഇവർ ആഹ്ലാദിക്കും. ഇത് പറഞ്ഞിട്ട് സുമ്മറായത്തിൽ ബൽഖീനിയ അല്ലാമത്ത് ദുനിയാൽ ബൽഖീനി ഇതേ കാര്യം കൈകാര്യം ചെയ്യുന്നതാണ്. നോക്കുമ്പോഴൊക്കെ ഞാൻ പറഞ്ഞത് തന്നെ. അപ്പൊ എനിക്ക് ലക്കി പ്രൈസ് ആയില്ലേ? ഞാൻ പറഞ്ഞത് വെറുതെയാവോ? ഞാൻ പറഞ്ഞിട്ട് ഒറ്റപ്പെട്ടിട്ടൊന്നുമില്ല. അത്തിലക്ക അലലിത്തിലാക്ക് പറഞ്ഞു അൻഹു പണ്ഡിതന്മാരെ തൊട്ട് അദമസിഹത്തി സഹീഹല്ല ഫീഹിമാ ഉസബ്ബിജുക ഉങ്കിയൊക്കെ ഒരു നിലക്കും ശരിയല്ല, ശരിയേ അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? എന്നിട്ട് സുമ്മ വഹത്ത, പിന്നെ ബൽഖീനി വഹത്താക്കും. എന്നാലും അങ്ങനെ പറഞ്ഞാൽ പറ്റോ? കുറച്ച് ഇളവ് കൊടുക്കണ്ടേ? അസിഹത്ത ഇതസലക കാലിയായാൽ വയതിന്റെ വായനയെ തൊട്ട് ഊരിച്ച് കാണിച്ച അതിൽ ഒരു നിലക്കും വയതിന്റെ വായന വരെ ചെയ്യില്ല, ഊരി പുറത്താക്കി. കാല അല്ലാനാണ് എന്നാ അവിടെ പറ്റും പോലും ഇതേ പറ്റില്ല. ആദ്യം സ്ട്രോങ് ആക്കി പറഞ്ഞു, വലിയ ഇളവ് കൊടുത്ത് വയതിന്റെ വായന ഇവിടെ മുറാദല്ല എന്ന് പ്രത്യേകം അറിയിക്കുന്നുണ്ടെങ്കിൽ പറ്റും പോലും ഉപയോഗിക്കാം. അല്ലാതെ കുക്കിയാലി ബഹുവീമാമിന്റെ സംസാരം വളരെ വ്യക്തമാണ്. ഭീമാതക്കർത്തുഹു ഞാൻ പറഞ്ഞ കാര്യത്തിൽ മുഴുവനും. ഇതെല്ലാം പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞതൊക്കെയും ശരിയായി പോലും. സരിയും വല്ലൗഖീല ഉൽഖീനി തിലാഖാക്കിയത് ഒത്തു വരുന്നുണ്ട്. വല്ലൗഖീലയോട് ഇല്ലേ? വല്ലതീയത്തജിഹൂല്ലേ? വഹസ് സരീഹാണ്. വല്ലതീയത്തജിഹൂനോ ഇതേ പറ്റൂല എന്ന് ആദ്യം പറഞ്ഞത്. രണ്ടിനോട് വെക്കുന്നുണ്ട്. 2 പോയിന്റ് അല്ലേ പറഞ്ഞത്? ഒന്ന് ഒറ്റ നിലക്കും പറ്റൂല എന്നല്ലേ പറഞ്ഞത്? അത് ഒത്തു വന്നില്ലേ? ഞാൻ പറഞ്ഞത് അങ്ങനെയല്ലേ? ബദലായി കലാമുൽ ബുൽഖീനി സരിയും ഫീമാതക്കർതു. ബുൽഖീനിയുടെ സംസാരം ഞാൻ ആദ്യം പറഞ്ഞതിനോടൊക്കുന്നുണ്ട്. ഐ ഇത്ലാഖുൽ ബുൽഖീനി സരിയും ഫീ ഖൗലി സാലിഹി വല്ലൗഖീല. ബിനാദല്ലാഹി തമീ വല്ലൗഖീല കൊണ്ട് പറഞ്ഞില്ലേ? എന്തായി? വല്ലൗഖീലയോടൊക്കുന്നത് ബുൽഖീനിയുടെ ഇത്ലാഖാണ് അല്ലേ? വല്ലൗഖീല ഒരു നിലക്കും പറ്റൂല എന്നല്ലേ? അപ്പൊ ബുൽഖീനിയുടെ ആദ്യത്തെ ഇത്ലാഖ് ഒത്തു വന്നു. പിന്നെ രണ്ടാമത്തെ ബഡായി പറ. ബഡായിയോ വല്ലതീയത്തജിഹു വയസ്സിന് വയസ്സുകാരല്ല. സുമ്മ വയസ്സാന്ന് പറഞ്ഞാൽ ബുൽഖീനി വയസ്സാക്കിയില്ലേ? ഞാനും വയസ്സാക്കിയില്ലേ? വല്ലതീയത്തജിഹു 4ന്റെ ബാബിൽ പറഞ്ഞ പോലെയാണ്. അവിടെ ഡിസ്കൗണ്ട് കൊടുത്തില്ലേ? ബുൽഖീനി കൊടുത്തില്ലേ? 120 ദിവസം ക്ലിയർ ആയില്ലേ? എന്നിട്ട് വായിച്ചില്ലേ? ഞാന് വല്ലൗഖീലിട്ടിട്ട് അലലിത്തില പറ്റൂല എന്ന് പറഞ്ഞില്ലേ? അതന്നെയല്ലേ ബുൽഖീനി ആദ്യം പറഞ്ഞത്. അത്തലക്കാനും അദമസിഹത്തി
പിന്നെ ഡിസ്കൗണ്ട് കൊടുക്കാൻ തുടങ്ങിയില്ലേ, അസ്സിഹത്ത ഇദൻ സലക മഅനൽ വഅദീൻ. അതുപോലത്തെ ഡിസ്കൗണ്ട് നമ്മൾ കൊടുക്കണ്ടേ? കൊടുത്തില്ല. വല്ലതീയത്ത് ചെയ്യൂ അയ്യത്തിയഹുന മാമറാഹിറല്ലാഹി. അവിടെ ഡിസ്കൗണ്ടോടെ അല്ലേ സംസാരിച്ചു. ഒരു നിലക്കും പറ്റൂല എന്നാ പറഞ്ഞത്. ഞാൻ ഇന്നഹപ്പത്ത് എന്ന് പറഞ്ഞിട്ട് അഹദിനെ വരെ സഹായിക്കുന്ന കരീനത്തുണ്ടെങ്കിൽ പറ്റും എന്നെ അവിടെ പറഞ്ഞത്. ശരിയായില്ലേ? കബൂലി കബൂലി കൊണ്ടുമാണ് സഹിയാവുക. ബന്ധിപ്പിക്കപ്പെട്ടത് ഈജാബിനോട് മുട്ടിയിട്ട് ഇടയിൽ നിന്ന് പിരിയാനൊന്നും പാടില്ല. അങ്ങോട്ടും ഇങ്ങോട്ടായി പോറ്. 215 പറഞ്ഞിട്ടുണ്ട്. 215 ആനിഫൻ. കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞല്ലോ. കുറച്ച് മുമ്പ് എന്താ പറഞ്ഞു? 215 എന്നാണ് ആ പറഞ്ഞത്, ആനിഫൻ പറഞ്ഞത്. ആ പറഞ്ഞ പോലെ നോക്ക് എന്താവും. ഇടമുറിയാൻ പാടില്ല. കമാമറ ആനിഫൻ 215 ഫസ്ല് വരാൻ പാടില്ല. അവിടെ തുടങ്ങി വെച്ചിട്ടില്ലേ? അതാ പറഞ്ഞത് ആനിഫൻ എന്ന് പറഞ്ഞാൽ. കബൂലിന്റെ കൈഫിയത്ത് പറ. സൗജ് പറയല് കൊണ്ട് സൗജന്നെ പറയണമെന്നുണ്ട. സൗജ് നാട്ടിലില്ലെങ്കിൽ വക്കീലിനെ ഏൽപ്പിച്ചാൽ പോലെ. അപ്പൊ വക്കീലിന് ഇങ്ങനെ തന്നെയല്ലേ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടെന്ന് ആര് പറഞ്ഞു? കമാസനു 766 ഞാൻ പറയുന്നുണ്ട് വക്കീൽ എന്താ ഉച്ചരിക്കേണ്ടത്. 266 എടാ സ്വന്തം സൗജന്റെ പോലും വന്നത് വക്കീലാണ് എന്നാ അതിനനുസരിച്ച് പറഞ്ഞോ. പക്ഷെ ഇജാബിനോട് ചേർത്തി പറയണം, അനുസരിച്ച് പറയണം. അപ്പം വക്കീല് പറയുന്നിടത്തും അങ്ങനെ തന്നെയല്ലേ നിയമം. അതാ മിസിലു വക്കീലു. അതെ 266 അടി ഇടമറിയാൻ പാടില്ല നിയമം പറഞ്ഞിട്ടില്ലേ? അപ്പൊ സൗജിന് മാത്രമായി ഇത് വക്കീലായി വരുന്നവർക്ക് ഇതിന്റെ പ്രശ്നം. ഇത് 10 ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും പഠിച്ചാൽ എല്ലാം കമാമറെല്ലാം കിട്ടും. ആകെ ഒരു വിസ്മയ ലോകം തന്നെ ആവും. കണ്ടാ 266 പറഞ്ഞത് ഇതാ ഞാൻ സൗജല്ല സൗജിന്റെ പ്രതിനിധിയായി വന്ന എന്ത് പ്രതിനിധി ആയാലും വേണ്ടിയില്ല ഈജാബിനോട് മുട്ടിച്ചുകൊണ്ട് എന്താക്കണം. അതാ പറഞ്ഞത് അവളെ ഞാൻ കെട്ടി. എന്തായാലും അങ്ങേത്തുകയല്ല, അങ്ങേ കെട്ടിച്ചു തന്നല്ല. മൊഴിയേണ്ടത് അവ രണ്ടിൽ നിന്ന് ഒന്നുമല്ലെങ്കിൽ രണ്ടും കൂടെ ആയാൽ പോയി എന്നല്ല, രണ്ടും കൂടെ ആയാൽ ഉഷാറായി. രണ്ടിൽ നിന്ന് ഒന്നെങ്കിലും വേണം. എന്തായാലും സൗജത്തിന്റെ മേലെ അറിയിക്കുന്ന വാക്ക് വേണം. സൗജത്തിന്റെ പേരെടുത്ത് പറയുക, അല്ലെങ്കിൽ ലമീർ മടക്കുക. മടക്കിയിട്ട് വന്നില്ലേ അതില്ലാണ്ടാവില്ല. പിന്നെ ഒന്നെങ്കിൽ പേരെന്നെ, അല്ലെങ്കിൽ ലമീർ, അല്ലെങ്കിൽ ഇഷാറത്ത്. ഇഷാറത്ത് എന്നാൽ കയ്യോട് ചേർത്താം. ഇഷാറത്തിന്റെ ഇസ്മ ഉപയോഗിക്കല് ലമീറിന്റെ ഇസ്മന്റെ സീകരനെ ഉപയോഗിക്കണമെന്നില്ല. ഇഷാറത്തിന്റെ ഇസ്മ അല്ലാണ്ട് കയ്യോണ്ട് ഇങ്ങനെ ചേർത്താക്കല. കയ്യോണ്ടിട്ടാ കെട്ടിക്കലി, തൊള്ളയോടല്ലേ. അല്ലെങ്കിൽ ലമീർ, അല്ലെങ്കിൽ ഇഷാറത്ത്, ഇഷാറത്തായ കലിമത്ത് ഉപയോഗിക്കല് കേട്ടാ. തസവ്വജ്തു ഹാദിഹിൽ മർഅത്താൻ ഒരേ അല്ലാണ്ട് കയ്യോട് ചൂണ്ടിയാൽ മതി എന്നല്ല. ഔ ഖബിൽതു ഔ റദീതു. ഖബിൽതു റദീതു അതിനെ മഖ്ബൂൽ പറയും ഉജൂബ. ഇതിന്റെ അപ്പുറം നിക്കാഹ അല്ലെങ്കിൽ തസ്ബീഹ റദീതു ആയാലും വേണം. വെറും ഖബിൽതു അല്ല പറയും, അതുകൊണ്ട് പൂർത്തിയാവില്ല. ഇതിന്റെ അപ്പുറം കൂട്ടേണ്ടത് പറയും. കബിൽതു റദീതു വേണ്ട, അതെല്ലാം പറ്റും. പിന്നെ ഏതാ പറ്റാത്തത്? ഫഅൽതു പറ്റൂല പോലും.
ഞാൻ ചെയ്തു ചെയ്തു എന്ന് പറഞ്ഞാൽ കബൂലാവോ? പിന്നെ മതി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ബയ്യിന്റെ അടുത്ത് പൈസന്റെ ഇടപാടല്ലേ, അവിടെ എല്ലാം പറ്റൂ, ഇവിടെ അത് പറ്റൂല എന്നാണ്. പറ്റൂല, കബിൽത്തുന്റെ ഫലത്ത് പറ്റോ? മഫൂല് കൊടുത്താലും പറ്റൂല, വെറുങ്ങനെ പറ്റൂല എന്നല്ല, വെറുങ്ങനെ ഒരിക്കലും പറ്റൂല. കബിൽത്തും പറ്റൂല, റളീത്തും പറ്റൂല, ഫഅൽത്തും പറ്റൂല. വത്തിഹാദുഹുമാ ഫിൽ ബൈഇ, റളീതു ഫഅൽതു രണ്ടും പറ്റൂ. വത്തിഹാദുഹുമാ, റളീതു ഫഅൽതു രണ്ടും സ്വീകാര്യമാണ് ബൈഇല്. അതിലായിനാഫി ഹാദാ, ഇവിടെ വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞതിനോട് ഇതിലല്ല. ഇതെന്ന് പറഞ്ഞാൽ നിക്കാഹിന്റെ സെന്ററാണ്, അത് ബൈആണ്. കമാ യദ്ഹറു ബിത്താമുലി, നല്ലോണം ചിന്തിച്ചാൽ അത് മനസ്സിലാകും. വേണ്ട പോലെ തല കൊടുത്ത് ചിന്തിക്ക്, എന്നാൽ അവിടെ സൂട്ടാകും, എവിടെ സൂട്ടാവില്ല. താമൂല് നടത്തിയാൽ തന്നെ നിക്കാഹ് എന്ന് പറഞ്ഞാൽ ഇൻകാഹ് എന്നാണ്. ഇൻകാഹ് അത് ഇവന്റെ ഫീലല്ലല്ലോ. ഫഅൽതു എന്ന് പറയാൻ പറ്റോ? താമൂലിന്റെ കൈഫിയത്ത് പറ. നിക്കാഹ് എന്ന് പറഞ്ഞാൽ ഇൻകാഹ്, വഹുവ ലൈസ ഫീലൻ ലഹു, അന്നൽ ബൈഅ ബിമാന തംലീക് ലൈസ ഫീലൻ ലഹു, അന്ന മുറാദഹു അന്നല്ല ലാ ബുദ്ദ മിൻ ദിക്രി നിക്കാഹി ഫിൽ ഖബൂലി, ഖബൂലിൽ നിക്കാഹിനെ പറയണം. വലൈസ ഫീലൻ ലഹു, അത് അവന്റെ ഫീലല്ല, അതുകൊണ്ട് ഫഅൽതു നടക്കൂല. ഇവിടെ പറയുന്നത് താമൂൽ ചെയ്യുന്ന രൂപം ലാ ബുദ്ദ മിൻ ദിക്രി നിക്കാഹി ഫിൽ ഖബൂൽ, ഖബൂൽ എന്ത് വേണം? നിക്കാഹിനെ പറയുന്ന വേണം. വലൈസ ഫീലൻ ലഹു, ഫഅൽതു എന്ന് പറഞ്ഞാൽ ഒരു ഫീലായി വരുന്നുണ്ടാ? ഇല്ല. ബിഖിലാഫിൽ ബൈഇ, ബൈഇൽ ലാ യജിബു ദിക്റുൽ ബൈഇ, എന്താണ് ബൈഇനെ പറയൽ നിർബന്ധമില്ല. ഫഅൽതു എന്ന് പറയുമ്പോൾ ഫീലുൽ ഖബൂൽ, ഖബൂൽ എന്ന പ്രവൃത്തിയെ ഞാൻ ചെയ്തു, ഖബൂൽ എന്ന ഫീലിനെ ഞാൻ ചെയ്തു. അവിടെ ഫഅൽതു പറ്റും, ഖബൂലിലെത്താൻ. അതാ താമൂൽ വേണമെന്ന് പറഞ്ഞാൽ ചെയ്യാൻ എണ്ണയിട്ടിട്ട് ചിന്തിക്കണമെന്ന് പറഞ്ഞാൽ അല്ലേ നിക്കാഹ്. അതാ രണ്ടായാലും മഫൂല് കൊടുക്കണം. ബിമാന ഇൻകാഹിഹ, നിക്കാഹ എന്ന് പറഞ്ഞാൽ ഇൻകാഹ്, നിക്കാഹ് എന്ന് അർത്ഥം കെട്ടിച്ച് തന്നതിനല്ലേ സ്വീകരിക്കണ്ടേ, ഇൻകാഹ് കബൂൽ ചെയ്യണ്ടേ. അപ്പൊ ഇവിടെ നിക്കാഹ് എന്ന് പറഞ്ഞാൽ എന്താ വെക്കേണ്ടത്? ഇൻകാഹ്. എന്തിനങ്ങനെ ചുമത്തുന്നു? ഇവിടെ നിക്കാഹിന്റെ മേന ചേരൂല, നിക്കാഹിന്റെ ഒറിജിനൽ മേന ചേരൂല. എന്തുകൊണ്ട്? ഇത് ഹുവ അൽ മുറക്കബു മിനൽ ഇജാബി വൽ ഖബൂൽ, എന്താണ് രണ്ടും കൂടെ കോംപ്ലക്സ് ആണ്. അത് ഇവിടെ പറ്റൂല, സ്പ്ലിറ്റ് ആക്കിയിട്ട് ഒരു ഭാഗം എടുക്കണം. കമാമറ രണ്ടും കൂടെ കൂടിയതാണ് എന്നാൽ പറഞ്ഞു 183 ഇങ്ങനെ തന്നെയല്ലേ പറഞ്ഞത്. നിക്കാഹ് എന്ന് പറഞ്ഞാൽ രണ്ട് പ്ലസാണ്, ഒന്ന് ഈജാബാണ്, ഒന്ന് കബൂലാണ്, രണ്ടും കൂടെ കൂടിയ കോംപ്ലക്സ് ആണ് നിക്കാഹ് എന്ന് 183 ഇങ്ങനല്ലേ പഠിപ്പിച്ചത്. അപ്പൊ നിക്കാഹ് എന്ന് യഥാർത്ഥമായ വെച്ച ഇവിടെ ജോയിന്റ് ആയി വരോ? അപ്പൊ എന്ത് വേണം? നിക്കാഹ് എന്ന മൈനയിലേക്ക് കയറ്റണം. അത് ഇനി വറവൽ ആജുരിയു, ഇതിവിടെ വേണ്ടതല്ല, ഇതിവിടെ വേണ്ടതാണ് ഫഅൽതുന്റെ മുമ്പ്, റളീതു അല്ല നിക്കാഹാന്റെ മുമ്പ്, നിക്കാഹാന്റെ മുമ്പ് വേണ്ടതാണ്. ഇതിന് ശേഷം മാറിപ്പോയി. ആജുരി കൊണ്ടുവന്നു, ആജുരി വന്നു. അന്നൽ വാഖിയ മിൻ അലി, അലി ഇബ്നു അബീ ത്വാലിബിൽ നിന്ന് സംഭവിച്ചത്. ഈ നിക്കാഹി ഫാത്തിമ റളിയല്ലാഹു അൻഹുമാ റളീതു നിക്കാഹഹാ. അതിന് റാങ്ക് കിട്ടുന്നത് കാട്ടേ പറഞ്ഞു. അത് ഇവിടെ അല്ല പറയേണ്ടത്, കുറച്ചും കൂടെ മുമ്പാ പറയേണ്ടത്. കബിൽത്തു റളീതു പറഞ്ഞില്ലേ, ആ സ്റ്റേഷനിൽ തന്നെ ഇത് പറയണായി. റളീതു നല്ല വിചാരമുണ്ട്, ഫഅൽതു പിന്നെ ആരും പറഞ്ഞിട്ടില്ല, റളീതു അലിയാർ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്തെല്ലാം പറഞ്ഞിട്ട് ആടെ വെച്ചാക്കേണ്ടത്. കുറച്ചിങ്ങോട്ടായി പോയി. പറഞ്ഞു മനസ്സിലായ? എന്താ പറഞ്ഞ പേരും കിട്ടിയില്ലേ? അല്ലെങ്കിൽ അഭിനിക്കാഹ അന്നിക്കാഹ ചേർത്താലും മതി. ഖബൽതു നിക്കാഹ,
ഇതിലെല്ലാം ഹൈറാങ്കേതാണ് ഏറ്റവും ഒറിജിനൽ കവിൽത്ത് തന്നെയാണ്. ഏറ്റവും മുന്തിയത് തന്നെയാണ് കവിൽത്ത് പറഞ്ഞത്. നല്ല സൂട്ടബിളായ സീക്കപ്പ്. ഈ പറഞ്ഞതൊന്നല്ല കവിൽത്തു, കബൂലന്റെ അടുത്ത് പറഞ്ഞല്ല. അവളുടെ നിക്കാഹിന് ഞാൻ കബൂലാക്കി തന്നെ വന്നില്ലേ. അപ്പൊ കബിൽത്തു അന്നിക്കാഹട്ട അത്തീജാണ് അച്ഛാന്ന് പറഞ്ഞ പോലെ മനസ്സിലാവത്തില്ലേ. വലാനബറ നോട്ടമില്ല നീ ആ നിക്കാഹിൽ സാബിലി പണ്ടപ്പോ കഴിഞ്ഞ നിക്കാഹ് എന്ന് തോന്നിപ്പോലെ അന്നിക്കാഹ് എന്ന് നടത്തിയ നിക്കാഹ് മുമ്പെപ്പോ നടത്തിയ നിക്കാഹ് എന്ന് തോന്നിപ്പിക്കൂലേ. അതുകൊണ്ട് അല്ല ആന എന്തെങ്കിലും അതിന്റെ കൂടെ ഒരു പശയും കൂടെ കൂട്ടണ്ടേ, ഒന്നും കൂട്ടില്ല. ഹത്തായ ജിബ ഉജുബാകാൻ വേണ്ടി നിക്കാഹ അല്ലെങ്കിൽ മദ്കൂർ എന്ന് ചേർക്ക് വേണം. വേണ്ടേ വേണ്ട പോലും ഫലാനദറാൻ ഈഹാമി നിക്കാഹിൻ സാബിഖിൻ സാബിഖായ നിക്കാഹ് തോന്നിപ്പിക്കൂലേ എന്ന് ചിന്തിക്കേണ്ടതില്ല. സാബിഖായ നിക്കാഹ് തോന്നിപ്പിക്കുമെങ്കിൽ ഹാദയോ മദ്കൂറോ ചേർക്കണം, അന്ന് ഇടവേണ്ട. ഖിലാഫൻ ലിമൻ സഅബഹു വേണമെന്ന് ഞൊടിഞ്ഞവർക്കെതിരായിട്ട് ചില പണ്ഡിതന്മാരുടെ ഹാദയോ അൽ മദ്കൂറോ ചേർക്കണം പോലും, അല്ലെങ്കിൽ നിക്കാഹും സാബിഖായി മാറിപ്പോകും പോലും വേണം. എന്താ വേണ്ടെന്നെ വേണ്ട. ലാനദറ എന്നതിന് ദലീൽ ലിഅന്നൽ ഖരീനത്തൽ ഖത്ഇയ്യത ബിഅന്നൽ മുറാദ ഖബൂലു മാ ഔജബ ലഹു തുഗ്നി അൻ ദാലിക. ഇവിടുത്തെ സിറ്റുവേഷൻ എന്താണോ ഇജാബാക്കി തന്നത് അത് കബൂലാക്കലല്ലേ, അത് തുഗ്നി അൻ ദാലിക. ഇത് ചേർക്കലിനെ തൊട്ട് കനിയാക്കി, ഇത് ചേർക്കലിനെ തൊട്ട് അത് മദ്കൂറോ ചേർക്കണോ. ലാ കബിൽത്തു കാലിയായ കബിൽത്തു മതിയാകോ, വേണം. കബിൽത്തു മാത്രം പോരാ, മതിയാവില്ല. കബിൽത്തു ഹാ പറ്റോ, പെണ്ണിനെ ഞാൻ ഏറ്റെടുത്തു, പെണ്ണിനെ കബിൽത്തു ഹാ പെണ്ണിലേക്ക് മടക്കിയാ പറ്റോ. മുത്തലഖൻ ഇടയാളം വന്ന രൂപത്തിലും വരാത്ത രൂപത്തിലും ഒരു അടയാളനെ നിർത്തിയിട്ട് ഓൻ പറയലുണ്ട്, നിന്റെ മകളാ നീ കെട്ടിച്ചു കൊടുത്തില്ലേ അയാൾക്ക്, ആ കെട്ടിച്ചു കൊടുത്തു. അയാൾ കെട്ടിച്ചു തന്നത് നീ സ്വീകരിച്ചില്ലേ. ഒരു അടയാളം വന്നിട്ട് അവിടെ ഒരു ബ്രോക്കർ വന്നിട്ട് മുണ്ടിക്കലുണ്ട്. മുത്തവസ്യത്ത് കുടുങ്ങിയാലും ഇല്ലെങ്കിലും കബിൽത്തുഹാ പറ്റൂല. മുത്തലഖൻ കബിൽത്തുഹു നിക്കാഹിലേക്ക് മടക്കി കബിൽത്തുഹു മതിയാവോ. കബിൽത്തുഹു മുത്തവസ്യത്തിൽ മദീന പറഞ്ഞത് മസലിയല്ല ചപ്പ. മദീന്ന് ഒരു കൗലുണ്ട്, അടി പറ്റൂല എന്നാണ്. നിക്കാഹ് എന്ന് പറഞ്ഞ പദം തന്നെ വെക്കണം. അവള് നിക്കാഹ് എന്ന് മതിയാവില്ല. മുത്തലഖ് എന്ന് പറഞ്ഞാല് ഒന്നും പറ്റൂല. മുത്തലഖൻ കബിൽത്തു മുത്തവസ്യത്തിൽ പറ്റും. ആന്റെ അടുത്ത് ചർച്ചയില്ല. മുത്തവസ്യത്തായാലും പറ്റൂല, ഒറിജിനൽക്കും പറ്റൂല. മുത്തവസ്യത്തിൽ കബിൽത്തുഹു മതി എന്ന് ഒരഭിപ്രായമുണ്ട്. അടി പറ്റൂല. ഇല്ലാ ഫീ മസലത്തിൽ മുത്തവസ്യത്തി ആടെ പറ്റും. അലാമാ ഫിർ റൗള റൗളയിൽ പറഞ്ഞതനുസരിച്ച്. ലാകിൻ റദ്ദുഹു പക്ഷെ പണ്ഡിതന്മാർ അങ്ങടിച്ച് തട്ടിയിട്ടുണ്ട്, ആടിയും പറ്റൂല. അപ്പൊ മുത്തലഖ് എന്ന് പറയേണ്ട ആടിയോ. പക്ഷേ മുത്തലഖ് എന്ന് പറയാത്തത് റൗളയിൽ ഇങ്ങനെ ഒരു കലാമുള്ളതുകൊണ്ടാണ്. കബിൽത്തുഹു എന്ന് പറഞ്ഞാൽ മുത്തവസ്യത്തിന്റെ അടുത്ത് പറ്റും. മുത്തവസ്യത്തിൽ ഷർത്താക്കപ്പെടുകയില്ല. മുത്തവസ്യത്തായ മസലയിൽ എന്ത് തഖാതുബുൻ മുഖതാവിൽ സംസാരിക്കുന്നു. മുത്തവസ്യത്ത് കുടുങ്ങിയെടുത്ത് എന്ത് വേണ്ട, അവിടെ ഒരു കൗലനുസരിച്ച് നിക്കാഹ വേണ്ട, തസ്വീജ വേണ്ട, സമീർ മതി. മർജു അനുസരിച്ച് അതനുസരിച്ച് എന്തും വേണ്ട. വലാ യശ്തറതു ഫീഹാ ഫീ മസലത്തിൽ മുത്തവസ്സിതി
ആയില്ല എന്ന് പറഞ്ഞാൽ കമാലായിഷ്ടത്തു ദിക്റു നികാഹഹാ തസ്വീജഹാ വൽ യക്ഫിൽ ലമീറു തഖാതുബും വേണ്ട റൗദയിൽ പറയുന്നുണ്ട്. തഖാതുബും വേണ്ട. അതിന്റെ രൂപം പറയുന്നാലും മുത്തവസിത്ത് കെട്ടിക്കുന്ന രൂപം ഒന്നും വേണ്ടെങ്കിൽ ഇവർ പറയുന്നല്ല ശരിയല്ല, അതിലുള്ളതാ പറയും. ശരിയും തെറ്റും വേറെ നോക്കോ. പലക്കാല ഒരു അടയാളം പറഞ്ഞു. മൂന്നാമത്തെ ഒരാളെ കുറ്റിക്കൊണ്ടിരുത്താൻ ഒരു മേസ്തരീനെ കൊണ്ടേരും. അയാളാണ് ഒറ്റയിടലി വലിയ നിക്കാഹ് തുടങ്ങാൻ നേരത്തെ വലിയനോട് ചോദിക്കുന്നു, ഇവനെത്തക്ക മുമ്പിൽ ആളെ എത്തി, ഇവനെത്തക്ക നീ കെട്ടിച്ചില്ലേ? അയാൾക്ക് നിനക്ക് എന്നല്ല, അയാൾക്ക് തഹാത്തുമില്ല, നിങ്ങളുടെ മകളെ കെട്ടിച്ചില്ലേ? നമീറുമില്ല. ഇങ്ങനെ അവതരിപ്പിച്ചത് മുത്തവസിത്തുള്ളടുത്ത് ഒന്നും വേണ്ട അല്ലേ? പക്ഷേ പക്ഷേ മറ്റുള്ളവർ തീർത്ത് പറഞ്ഞത് അവന് ഞാൻ കെട്ടിച്ചു കൊടുത്തു, എന്റെ മകളെ കെട്ടിച്ചു കൊടുത്തു. ഇങ്ങനെ വേണം, കാലിയായ പറ്റൂല, വേണം തന്നെ മറ്റുള്ളവർ പറഞ്ഞത്. സുമ്മക്കാല മുത്തവസിത്ത് വീണ്ടും പറയും. മുത്തവസിത്തിന്റെ പരിപാടിയാണ്, അന്ന് നമ്മളടുത്തൊന്നുമില്ല, അതുകൊണ്ടൊന്നും കാര്യമില്ല. ലിസൗജി ഉടനെ സൗജിനോട് ആര് ചോദിക്കുന്നു? മതിയാ നിക്കാഹ എന്ന് വേണ്ടേ? അലാമ മറ മദീനല്ലേ വേണ്ടൊക്കെ പറഞ്ഞു. ഇല്ല ഫി മസലത്തിൽ മുത്തവസിത്തി അലാമ മറ എന്ന് പറഞ്ഞിട്ട് അല്ലേ? അതാണ് അലാമ മറ എന്ന് പറഞ്ഞത്. നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ല അലാമ മറ എന്താ? അതെ, അങ്ങനെ മതി. അലാമ മറ അല്ലേ? 218 പറഞ്ഞതനുസരിച്ച് നിങ്ങൾ കെട്ടിയില്ലേ? ഫഖാല തസബ്ബജ്തുഹാ സ്വഹ സ്വഹ വലാ യക്ഫി മതിയാവുകയില്ല. ഇവിടെ മുത്തവസിത്തിന്റെ അടുത്ത് വയ്യിന്റെ അടുത്ത് വെച്ചു. ഞാൻ മതിയാവോ? അങ്ങനെ നടക്കില്ല. ഔ എന്നത് ഫീ കലാമിഹി മുസന്നിഫിന്റെ കലാമിൽ ഔ അത് ലിത്തഖീരി ഇഷ്ടമുള്ളത് എടുക്കാമെന്നാണ്. മുത്തലഖൻ സീഗ എന്ത് ഉപയോഗിച്ചു നോക്കിയിട്ടല്ല. അയാള് ദബ്ബജത്തൊക്കെ പറഞ്ഞാൽ തമിഴ്ത്ത് തസ്ബീജാന്ന് ഇവന് ഉത്തരം പറയണോ? അങ്ങനെയുണ്ടോ? അങ്ങനെയില്ല എന്നാണ്. കബൂലിന്റെ നേരത്തെ ഇവരണ്ടിൽ നിന്ന് ഏതും സ്വീകരിക്കാം. ഓന് നിക്കാഹ അങ്കയത്തൊക്കെ പറഞ്ഞതുകൊണ്ട് നിക്കാഹ എന്നെ മറുപടി മാറണം എന്നുണ്ടോ? മുത്തലഖൻ എന്താണ്? വലിയ നിക്കാഹ് പറഞ്ഞാലും വലിയ തസ്ബീജ് പറഞ്ഞാലും കബിൽത്തു നിക്കാഹ എന്ന് പറഞ്ഞത് അങ്കയത്ത് പറഞ്ഞ സൂറത്തിൽ മാത്രമാണ് എന്ന് തോന്നണ്ടാവും. കബിൽത്തു തസ്ബീജഹ എന്ന് പറഞ്ഞത് ദബ്ബജ്തു പറഞ്ഞ രൂപത്തിൽ മാത്രമാണോ? പിന്നെ സാരാംശം അടങ്ങിയിട്ടുണ്ട്. ഇജാബ് കബൂലിൽ മാറിയാലൊന്നുമില്ല. ഇതിനായിഷ്ടത്തു തവാഫുൽ ലഫ്ളൈനി, രണ്ട് ലഫ്ള് അതേ സീലയായിരിക്കണമെന്നില്ല, ഷർത്തില്ല എന്നാണ്. പക്ഷേ ഒന്നുണ്ട്, ആശയത്തിലൊക്കെ ഉണ്ട്. അതാണ് ചെറുവാനി ഒന്ന് നോക്കിയ 10-ാം വരി, 219 10-ാം വരി. തവാഫുക്ക് വേണ്ടെന്ന് അമ്മ തവാഫുൽ മഅനവി ഫലാ ബുദ്ദ മഅനയിലൊക്കെ ഉണ്ട്. അത് പണ്ട് പറഞ്ഞിട്ടുണ്ട്. ഖുബൈലൽ ഫസ്ൽ ഫീ ഖൗലി വ യഖ്ബൽ അലാ വഫ്ഖിൽ ഇജാബി എന്നുണ്ട്. 216 തെളിയിച്ചിട്ടുണ്ട്. ആശയത്തിലൊക്കണം, സീഗ ഒക്കേണ്ടതില്ല. ഇവൻ അങ്കയത്തൊക്കെ പറഞ്ഞത് കൊണ്ട് നിക്കാഹ എന്ന് തന്നെ കബൂലിൽ പറയണമെന്നുണ്ടോ? ഇല്ല. ഇവൻ സബ്ബജ്തൊക്കെ പറഞ്ഞത് കൊണ്ട് കബിൽത്തു തസ്ബീജഹ തന്നെ മടക്കണമെന്നുണ്ടോ? അപ്പൊ 216 പറഞ്ഞതോ? ആശയത്തിൽ വ്യത്യാസം പെടാൻ പാടില്ല.
ഞാൻ നിനക്ക് വിറ്റു എന്നൊരാൾ പറഞ്ഞു, നീ കെട്ടിച്ചു തന്നത് സ്വീകരിച്ചു എന്ന് പറഞ്ഞു. അത് പറ്റോ? അതാണ് 216 പറഞ്ഞത്, ചെറുവാനെ അവതരിപ്പിച്ചത്. എന്ത് أي أما التوافق المعنوي فلا بد منه كما مر എന്ന് പറയുമ്പോൾ 216 എന്താണ് പണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, ആശയത്തിലൊക്കെ ഒന്ന്. പിന്നെ ഇവര് കാസം ഒന്ന് നോക്കിയേ, തുടങ്ങിയിട്ടില്ല അല്ലെ, അത് നമുക്ക് എത്തിയിട്ടില്ല. പിന്നെ ഇതിനാവശ്യത്തു തവാഫുൽ ലഫ്ളൈനി, രണ്ട് ലഫ്ളും തമ്മിൽ എന്താകണമെന്നില്ല. കീല ഒരു പരാതി, കാനയംബഗി തഖ്ദീമു ഖബിൽതു. ഇവിടെ കബൂലിന്റെ വിവരണം തുടങ്ങുമ്പോൾ ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത് ഏതന്നെയാണ്? ഖബിൽതു. നിങ്ങളത് ബേക്കോട്ടല്ലേ ഇട്ടത്. ലിഅന്നഹു അൽ ഖബൂലുൽ ഹഖീഖിയ്യു, ഒറിജിനൽ കബൂൽ അതല്ലേ, അപ്പൊ അതല്ലേ മുന്തിക്കേണ്ടത്. ഒഴിവർത്തു തട്ടിമാറ്റി വിമന്യതാലിക്ക, ഇത് മുന്തിക്കണമെന്നൊന്നുമില്ല. അല്ല, അതാണ് കബൂലുൽ ഹഖീഖി എന്ന് പറഞ്ഞത് തന്നെ ശരിയല്ല. അൽക്കുല്ലു കബൂലുൻ ഹഖീഖിയും ചെറ, ഈ പറഞ്ഞതൊക്കെ തന്നെയാണ്. ഇനി വബിഫർദിദാലിക, അത് മാത്രമാണ് ഹഖീഖി, ബാക്കിയെല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ആണ് എന്ന് വെച്ചാൽ തന്നെ ഇതിനെ മുന്തിക്കണമെന്നൊന്നുമില്ല. ഖബിൽതു നിക്കാഹ് മാത്രമാണ് ഹഖീഖിയെ എന്ന് സമ്മതിച്ചാൽ തന്നെ മുസന്നിഫിന്റെ മേലെ പരാതിയാക്കണ്ട. എന്ത് പരാതി? എന്താ മുന്തിക്കാൻ? എന്നെ ഗൈറല്ലഹമി, ആമല്ലാത്തതിനെ കദിയുക്കത്തമു മുന്തിക്കേണ്ടി വരും. ഈ നുക്തത്തിൻ പ്രത്യേക പോയിന്റിന് വേണ്ടിയിട്ട്. ഏതുപോലെ കറത്തി, സംശയം രേഖപ്പെടുത്തിയാക്ക് ഉത്തരം കൊടുക്കരുത്. അലാമത്തെ ശക്കക്ക, ഇത് പറ്റോ അത് പറ്റോ ഇത് പറ്റോ സംശയിക്കുന്ന ആളുണ്ട്, അയാളെ മുട്ടിക്കണ്ടെങ്കിൽ അതെന്നെ മുന്തിച്ച് പറയണ്ടേ, അത് പറ്റൂ. അതാണ് ആമല്ലാത്തതിനെ അല്ലാത്തതിനെ മുന്തിച്ചത്. ഖബിൽതു നിക്കാഹ് മുന്തിയതാണെന്ന് വെച്ചാൽ തന്നെ അതിനെല്ലാം മുന്തിക്കേണ്ടത്. ഇത് പറ്റോ അത് പറ്റോ ഇത് പറ്റോ എന്ന് തസ്കീക്കാക്കിയവരുണ്ട്. റളീതു പറ്റോ അത് പറ്റോ ഇത് പറ്റോ. അതുപോലെ അല്ലെങ്കിൽ എതിര് പറഞ്ഞവരുണ്ട്, പറ്റൂല 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 എന്ന് പറഞ്ഞവരുണ്ട്. അവർക്ക് ഉത്തരം കൊടുക്കണ്ടെങ്കിൽ എന്ത് വേണം? അതാദ്യം പറയണം. കണ്ടാ വഖദ് ഖീല, അതാ എവിടെയെന്ന് പരാതി പറഞ്ഞ് ഫിസിഹത്തി തസബജ്തു പറ്റോ? ആ ഇല്ലാണ്ടല്ല, ആ ചേർത്തിട്ട് തസബജ്തു കബൂലാകുന്നില്ലല്ലോ എന്ന് പരാതി പറഞ്ഞിട്ടുണ്ട്. നക്കഅതു നദർ ലിതറദ്ദുദിഹി, അത് തറദ്ദുദല്ലേ ബൈനൽ ഇഖ്ബാരി വൽ ഖബൂലി എന്നെല്ലാം പറഞ്ഞവരുണ്ട്. അവർക്ക് മറുപടിയാകണ്ടെങ്കിൽ അത് ആദ്യം മുന്തിച്ച് പറയണം, വേണ്ടേ? വഫീ തഅലീഖിൽ ബഗവി, ബഗവി ഇമാമിന്റെ തഅലീഖിലുണ്ട് ഫീ ഖൗലിഹി തസബ്ബജ്തു എന്ന് പറഞ്ഞിടത്ത് ഖാല സഹാബുനാ ലാ യസിഖു. ഓരോരും കെണി കൊണ്ടിരുന്ന കണ്ട നമ്മുടെ സഹാബ് പറഞ്ഞു പോലും എന്ത് അതെന്തേ ആയിട്ടുള്ളൂ. ആടെയാണ് ഇവര് കാശ്മെന്ന് നോക്കിയേ. തഖദ്ദമ ഹാദാ ഫിൽ മത്നി മഅൽ ജസ്മി ബഅദഹു മിൻഹു മിനൽ ഖബൂൽ. 218 ഇതെല്ലാം അവതരിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇബ്നു ഖാസിമിലതാ വഫീ തഅലീഖിൽ ബഗവി തസബ്ബജ്തു തഖദ്ദമ ഹാദാ ഫിൽ മത്നി മഅൽ ജസ്മി ബഅദഹു മിനൽ ഖബൂൽ. അത് 218 218 ശരിയായില്ലേ? ഒഴിവത്തു അന്നദർ, ആ നദർ തട്ടപ്പെട്ടു. ബിഅന്നഹു മബ്നിയുൻ അലൽ ഇക്തിഫാഇ ബിമുജറദി തസബ്ബജ്തു. പറ്റൂല എന്ന് അവരെല്ലാം പറഞ്ഞത് വെറും തസബ്ബജ്തുവിനെ പറ്റിയാണ്. ആ ഇല്ലാത്തതുകൊണ്ട് ഇഷാറന്നർത്ഥം. ദമീർ ഇഷാറത്ത് ഇല്ലാതെ തസബ്ബജ്തുവാണ് അവർ പരാതിയാക്കിയത്, മറ്റുള്ളവർക്കല്ല. വല്ല സഹു ഖിലാഫുഹു, അതുകൊണ്ട് എന്താണ് പറ്റും. കമാമറ 218 പറഞ്ഞില്ലേ പറ്റുന്ന്. വഹീനൈദിൻ, അങ്ങനെ പറ്റുമ്പോൾ ഫമാഫി തഅലീഖി സഹീഹ്, തഅലീഖിൽ പറഞ്ഞ ശരി തന്നെ. തസബ്ബജ്തു പറ്റൂല, അത് മാത്രം പറ്റൂല തഅലീഖിൽ പറഞ്ഞില്ലേ ഇമാമിന്റെ
പറ്റൂല, അത് ശരി തന്നെ. ലാക്കിന്റെ കുലുബിഹി എന്താലിക്ക, അത് പറ്റാണ്ടായത് എന്തുകൊണ്ടാണ്? നബീറിനെ തൊട്ട് കാലിയായത് കൊണ്ടാണ്. അൽ മൂജിബി, അൽ മൂജിബി ഇങ്ങനെയുള്ള കുലുബ് അത് നിർബന്ധമാക്കി. എന്തിനെ? ലിതമഹുലിഹി ലിൽഇഖ്ബാരി, അത് ഇഖ്ബാറിനെ തരിപ്പിക്കുന്നത്. നബീർ മടക്കിയിട്ടില്ലെങ്കിൽ എന്തായി മാറും? അൽ മൂജിബി അർത്ഥം സിഫത്താണ് കുലുബിന്റെ. എന്താണ്? അൽ മൂജിബീൻ ലിതമഹുലിഹി ലിൽഇഖ്ബാരി, ഇഖ്ബാറിനെ തരിപ്പിച്ച് കളയും കുലുബ്. ഔ ഖുർബിഹി മിന്നു, അല്ലെങ്കിൽ ഇഖ്ബാറിലേക്ക് അടുപ്പിച്ച് കളയും. ഇതിനെ തൊട്ട് കാലിയായ അല്ലാതെ ലാലിത്തറദ്ദുദില്ലദി ദക്കറഹു, ലാലിത്തറദ്ദുദില്ലദി ദക്കറഹു എന്താണ്? ഇതിനു വേണ്ടിയിട്ടല്ല. ലാലിത്തറദ്ദുദി അല്ലദി ദക്കറഹു സാഹിബുൽ ഖീൽ, ഖീലിന്റെ ആള് പറഞ്ഞതുപോലെ അവിടെ തറദ്ദുദുള്ളത് കൊണ്ടാണോ? നമീറില്ലാത്തത് കൊണ്ടാണ്. ലാലിത്തറദ്ദുദില്ലദി ദക്കറഹു, ദക്കറ എന്ന് പറഞ്ഞത് മഹമീമാമിലേക്ക് മടക്കി പോണ്ട. ദക്കറ എന്ന് പറഞ്ഞ സാഹിബുൽ ഖീലാണ്. അതുകൊണ്ട് ഹൂ അവിടെ ഒഴിവാക്കിയാൽ കുറച്ച് രക്ഷപ്പെടും. ഹൂ സാഹിബുൽ ഖീൽ പറഞ്ഞില്ലേ, ആ പറഞ്ഞ ഒന്നിനു വേണ്ടിയിട്ടല്ല അവിടെ പറ്റാണ്ടായത്. എന്തുകൊണ്ട്? എന്നെ ആകാ ഇൻഷാവിച്ചർക്കാൻ നമീറും കൂടി മടക്കി കഴിഞ്ഞാൽ എന്തായി? നമീറോടും കൂടെ പറഞ്ഞാൽ ഇൻഷാഗായി മാറിയില്ലേ? വീട്ടു വീട്ടൂല തന്നെയല്ലേ അല്ലേ? ഇഖ്ബാറാണോ? അപ്പൊ എന്തായി? ഇപ്പൊ അവതരിപ്പിച്ചത് എന്താ? നമീറുണ്ടെങ്കിൽ പിന്നെ ആയി. ഇമാമിന്റെ ആയി ഭാഗത്തുനിന്ന് കൊണ്ടാന്നാലും ഇവിടെ രക്ഷപ്പെടില്ല. അവിടെ ആ നമീർ മടക്കാത്ത കൊണ്ട് പരാതിയാണ്. ശരിയായില്ലേ?